ഡിസംബർ 10 വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ചടങ്ങിലാണ് അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് വിവാദ പ്രസ്താവന നടത്തിയത്. ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരം ഇന്ത്യ ഭരിക്കപ്പെടും. ഏക സിവിൽ കോഡ് ഭരണഘടനാപരമായി അനിവാര്യമുള്ളതാണെന്നും ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദു സമൂഹം മോശം ആചാരങ്ങളിൽ നിന്ന് മുക്തി നേടിയതുപോലെ മറ്റു മതങ്ങളും ദുരാചാരങ്ങൾ ഒഴിവാക്കണം. RSSും VHPയും മാത്രമല്ല, രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠവും സിവിൽ കോഡിനെപ്പറ്റി സംസാരിക്കുന്നെന്നും ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് പ്രസംഗത്തിൽ പറഞ്ഞു. ഈ വിഷയത്തിലാണ് സുപ്രീംകോടതി കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ കൊളീജിയത്തിന് മുമ്പാകെ ഹാജരാകാനാണ് സമൻസിൽ നിർദ്ദേശം നൽകിയത്. വിദ്വേഷ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ അലഹബാദ് ഹൈക്കോടതിയോട് നേരത്തെ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു. അലഹബാദ് ഹൈക്കോടതിയുടെ റിപ്പോർട്ടും ഇതിൽ നിർണായകമാണ്. ശേഖർ കുമാർ യാദവിനെതിരെ നടപടി ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. ജഡ്ജിയുടെ പ്രസംഗം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.